ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എഞ്ചിനീയറിംഗ് ഫിസിക്സിലെ മൂന്നാമത്തെ മൊഡ്യൂളായ അക്കോസ്റ്റിക്സിനെ കുറിച്ച് പഠിക്കാം. അപ്പോൾ അക്കോസ്റ്റിക്സിനകത്ത് ഫസ്റ്റ് ടോപ്പിക്കാണ് ക്ലാസിഫിക്കേഷൻ ഓഫ് അക്കോസ്റ്റിക് വേവ്സ് ബേസ്ഡ് ഓൺ ഫ്രീക്വൻസി. ഫ്രീക്വൻസി ബേസ് ചെയ്തിട്ടുള്ള അക്കോസ്റ്റിക് വേവ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അക്കോസ്റ്റിക്സ് എന്ന് വെച്ചാൽ എന്താണ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ അക്കോസ്റ്റിക്സ് എന്ന് വെച്ചാൽ സ്റ്റഡി ഓഫ് സൗണ്ട് വേവ്സ്, സൗണ്ട് വേവ്സിന്റെ ജനറേഷൻ, അതിന്റെ പ്രൊപ്പഗേഷൻ, ഇതിനെ കുറിച്ചൊക്കെ പഠിക്കുന്ന ഒരു സ്റ്റഡിയാണ്, ഒരു സയൻസ് ആണ് അക്കോസ്റ്റിക്സ്. ഓക്കെ, അപ്പൊ നമുക്ക് 3 ടൈപ്സ് ആണ് അക്കോസ്റ്റിക് വേവ്സ് ഉള്ളത്. ഫ്രീക്വൻസി അനുസരിച്ച് 3 രീതിയിൽ നമ്മൾ അക്കോസ്റ്റിക് വേവ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള സെയിം കാര്യമാണ്. ഇൻഫ്രാസോണിക് വേവ്സ്, ഓഡിബിൾ സൗണ്ട്, അൾട്രാസോണിക് വേവ്സ്. ഓക്കെ, ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറഞ്ഞാൽ 20 ഹേർട്സിൽ താഴെ ഫ്രീക്വൻസി ഉള്ള വേവ്സിനെയാണ് ഇൻഫ്രാസോണിക് വേവ്സ് എന്ന് പറയുന്നത്. അൾട്രാസോണിക് വേവ്സ് 20 കിലോ ഹേർട്സ്, 20,000 ഹേർട്സിൽ കൂടുതൽ ഫ്രീക്വൻസി ഉള്ള വേവ്സിനെ അൾട്രാസോണിക് വേവ്സ് എന്നും പറയുന്നു. ഇത് രണ്ടിന്റെയും ഇടയ്ക്ക് നിൽക്കുന്ന, അതായത് 20 ഹേർട്സിനും 20,000 ഹേർട്സിനും ഇടയ്ക്ക് ഫ്രീക്വൻസി ഉള്ള വേവ്സിനെ ഓഡിബിൾ വേവ്, ഓഡിബിൾ സൗണ്ട് എന്ന് പറയും. അതായത് ഹ്യൂമൻ ഇയറിന് കേൾക്കാൻ പറ്റുന്നത്, നമുക്ക് കേൾക്കാൻ പറ്റുന്ന റേഞ്ച് ഓഫ് ഫ്രീക്വൻസി ആണ് 20 to 20 കിലോ ഹേർട്സ് എന്ന് പറയുന്നത്. ഇൻഫ്രാസോണിക് വേവ്സ് നമുക്ക് കേൾക്കാൻ പറ്റില്ല, അൾട്രാസോണിക് വേവ്സും നമുക്ക് കേൾക്കാൻ കഴിയില്ല. ഇതിന്റെ ആപ്ലിക്കേഷൻസ് പറയുകയാണെങ്കിൽ ഇൻഫ്രാസോണിക് വേവ്സും അൾട്രാസോണിക് വേവ്സും ആനിമൽസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേവ്സ് ആണ്. ഇൻഫ്രാസോണിക് വേവ്സ് യൂസ് ചെയ്യുന്ന ആനിമൽസ് എന്ന് പറഞ്ഞാൽ വെയിൽസ്, ജിറാഫ്, ഹിപ്പോപ്പൊട്ടാമസ്, അങ്ങനെയുള്ള കുറച്ച് ആനിമൽസ് യൂസ് ചെയ്യുന്നതാണ് ഇൻഫ്രാസോണിക് വേവ്സ്. ബാറ്റ് പോലെയുള്ളതാണെങ്കിൽ, ബാറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് അൾട്രാസോണിക് വേവ്സ് ആണ്. ഓക്കെ, പിന്നെ ഓഡിബിൾ സൗണ്ട് എന്താണ്? നമ്മൾ മ്യൂസിക്, സ്പീച്ച്, ഇതൊക്കെയാണ്. പിന്നെ നമുക്ക് സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് അൾട്രാസോണിക് വേവ്സിന്റെ ആപ്ലിക്കേഷൻസ് പഠിക്കാനുണ്ട്. സോണാറ്, NDT, പിന്നെ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക്സും അങ്ങനത്തെ കാര്യങ്ങൾക്കും ഒക്കെ നമുക്ക് അൾട്രാസോണിക് വേവ്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ക്ലാസ്സിൽ പറയാം. താങ്ക് യു.